ചില യാത്രകൾ നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്തിന് വേണ്ടി മാത്രം തുടങ്ങുന്നതല്ല, വഴിയിൽ നമ്മളെ കാത്തിരിക്കുന്ന ചില നിമിഷങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. അങ്ങനെ ഒരു ദിവസം അബുദാബിയുടെ തിരക്കുകൾ പിന്നിലാക്കി ഞങ്ങൾ മിർഫയിലേക്ക് പുറപ്പെട്ടു. സ്റ്റീരിങ്ങിന് പിന്നിൽ നെറ്റിനെയും, അരികിൽ ഞാൻ. മുന്നിലോ അവസാനമില്ല എന്ന് തോന്നിക്കുന്ന ഒരു നീണ്ട റോഡ്. തിരക്കുകൾ കുറഞ്ഞു. പിന്നെ ബാക്കിയുണ്ടായത് റോഡും ആകാശവും, പിന്നെ ഞങ്ങളും. വഴിയിലൊരു ട്രക്ക് റെസ്റ്റിംഗ് ഏരിയ കണ്ടു. ഇപ്പോൾ കുറച്ച് നേരം അവിടെ നിർത്തി ഒരു ചായയും കുടിച്ചു. യാത്രക്കിടയിൽ കിട്ടുന്ന ഇത്തരം ചെറിയ ഇടവേളകൾ ഒരാശ്വാസമാണ്. ചുറ്റും കുറച്ച് പച്ച മനുഷ്യർ. ഞങ്ങൾ ചൂട് ചായയുമായി വീണ്ടും യാത്ര തുടങ്ങി. മിർഫ ഇനിയും ദൂരെയായിരുന്നു. പക്ഷെ ചിലപ്പോൾ ഒരു യാത്രയുടെ സൗന്ദര്യം നമ്മൾ എത്തുന്ന സ്ഥലത്തിലല്ല, അവിടേക്കുള്ള വഴിയിലും കൂടെയുള്ള ആളിലുമാണ്. ഒടുവിൽ ഞങ്ങൾ മിർഫ എത്തി. ഒരു പ്രത്യേകമായ നിശബ്ദത. അവിടെ തിരക്കില്ല, ധൃതിയില്ല, എങ്ങോട്ടും ഓടിപ്പോകേണ്ട ആവശ്യവുമില്ല. യാത്രയുടെ ലക്ഷ്യമായ ബീച്ചിലേക്ക് ഞങ്ങളെത്തി. MBZ സിറ്റിയിൽ നിന്നും 1.25 മണിക്കൂർ നീണ്ടുനിന്ന യാത്രയ്ക്ക് വിരാമമായി. ബീച്ച് അതിമനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഡ്രൈവർ നെറ്റിന കൃത്യമായി കാർ പാർക്ക് ചെയ്യുന്നു. കാരണം കിട്ടിയെടുത്ത് പാർക്ക് ചെയ്താൽ ഫൈൻ കിട്ടുമെന്ന് നെറ്റിനയ്ക്കറിയാം. തിരകൾ അതിൻ്റെ സ്വന്തം താളത്തിൽ വന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ ആ തിരകളുടെ അടുത്തേക്ക് പതുക്കെ നടന്നു ചെന്നു. എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി, എന്തെന്നില്ലാത്തൊരു സമാധാനം. ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി കുളിച്ചു. ഈ രംഗം കണ്ടപ്പോൾ നരസിംഹത്തിലെ മോഹൻലാൽ വെള്ളത്തിൽ നിന്ന് കയറി വരുന്നൊരു തോന്നലുണ്ടായിരുന്നു. വിളിക്കാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. ശരിക്കും മോഹൻലാലിനെ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ സംഭവിച്ചത് വേറെയാണ്. സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. ഇനി തിരിച്ച് അബുദാബിയിലേക്ക് പോകണം. ഓർമ്മയിലെന്നും ബാക്കിയാകുന്ന ചില നിമിഷങ്ങൾ. ചില യാത്രകൾ അവസാനിക്കും, പക്ഷേ അവ നമുക്ക് നൽകുന്ന ശാന്തത നമ്മുടെ ഉള്ളിലൂടെ ഇനിയും കുറച്ച് ദൂരം യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഫ്രം മീ, അബി ആൻഡ് നജിന.